അപ്പോൾ മരുന്നാണ് വേണ്ടത്, മതം അത് വേണ്ട, അതിന് സംശയമൊന്നുമില്ല. ഇനി ആർക്കെങ്കിലുമൊക്കെ പ്രവാചകൻ ആണോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ നേരെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുക, കാര്യം തുറന്നു പറയുക, മരുന്ന് വാങ്ങിക്കഴിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മതം വേണ്ട, മരുന്ന് മതി. ഇനിയിപ്പോൾ അഥവാ ആർക്കെങ്കിലും മതം വേണം, പ്രവാചകന്മാർ വേണം എന്നുള്ളവർ നേരെ സൈക്കാട്രിയെ കൊണ്ട് കാണിക്കുക, അതിനു വേണ്ട ചികിത്സ ചെയ്യുക, മരുന്ന് വാങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കത് ആരിഫ് ഹുസൈൻ പറഞ്ഞ അതേപോലെ തന്നെ എടുക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മതം വേണം, പ്രവാചകന്മാർ വേണം. ഞങ്ങൾ ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെയും പിൻപറ്റി അംഗീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് പടച്ച റബ്ബിൻ്റെ ഏകത്വം അള്ളാഹുവിനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസികളാണ്. ആ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു സൈക്കാട്രിനെ കാണിക്കുക എന്നാണ് ഹാരിഫ് ഹുസൈൻ്റെ നയമെങ്കിൽ തൊണ്ടയ്ക്ക് സുഖമില്ല, അത് ഒരിക്കലും സാധ്യമല്ല. കാരണം എന്താ അറിയോ, ഈ ലോക മുസ്ലിങ്ങൾക്ക് ഇത്രയും കോടാനുകോടി മില്യൺ കണക്കിന് മുസ്ലിങ്ങളെ മാത്രം കാണിക്കാൻ മാത്രം സൈക്കാട്രിനെ എൻ്റെ വാപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അവിടെ എൻ്റെ തറവാട്ട് വഴിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് ഒരിക്കലും സാധ്യമല്ല. പക്ഷെ ഒന്ന് സാധ്യമാണ്, അതിനേക്കാൾ ഏറ്റവും നല്ലത് ഈയും എൻ്റെ കൂട്ടരും കൂടെ നേരെ നല്ലൊരു സൈക്കാട്രിനെ കൊണ്ട് കാണിച്ച് ചികിത്സ തേടി അതിന് വേണ്ട മരുന്നുകളെ കഴിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോകല്ലേ നല്ലത്. അത് പെട്ടെന്ന് സാധ്യമാവും, ഒറ്റ ദിവസം കൊണ്ട് എന്താ പരിപാടി കഴിയും. ഈ എൻ്റെ കുറച്ച് ടീമുകളുണ്ടല്ലോ, ജാമിദ ടീച്ചർ, പിന്നെ കുറച്ച് ടീമുകളുണ്ടല്ലോ, ഓരോ മൊത്തം കൂടെ കൂട്ടുക, ഒരു വണ്ടി വിളിക്കുക, നേരെ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോവുക, അവിടെ പോയിട്ട് വിഷയം പറയുക. ഞങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിനെ വിചിത്രമായി ചിത്രീകരിച്ച് അതിനെ മെൻ്റലാക്കി മാറ്റി തലയ്ക്ക് അടിച്ച് കയറ്റിയിട്ട് പിരിവിട്ടുപോയി, ബുദ്ധി നഷ്ടപ്പെട്ടു പോയി. എന്താണ് ചികിത്സ എന്ന് അവിടെ പോയിട്ട് വിഷയം പറഞ്ഞാൽ എന്താവും, അതിനുള്ള വേണ്ട ചികിത്സാ കാര്യങ്ങൾ മരുന്ന് കിട്ടുകയെന്നുണ്ടെങ്കിൽ ആ വഴി നോക്കുക. അല്ലാണ്ട് ഇക്കണ്ട കോടാനുകോടി ലോക മുസ്ലിങ്ങളെ മില്യൺ കണക്കിന് മുസ്ലിങ്ങളൊക്കെ ഒരു സൈക്കാട്രിനെ കൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന നാളല്ലോ. എൻ്റെ തറവാട്ട് വകയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. എന്തോ നാളേത്. ഹാരിഫ് ഹുസൈനെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ, ഒരു മനുഷ്യൻ ജനിച്ചാൽ ഏകദേശം 70 കൊല്ലാണ് ആയുസിൻ്റെ വർധനവ് അല്ലേ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇപ്പോൾ ഒരു 45-50 വയസ്സൊക്കെ കഴിഞ്ഞു എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ കോലോ കണ്ടിട്ട്. ഇനി കൂടിപ്പോയാലും ഒരു 20 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം പോട്ടെ, ഒരു 30 കൊല്ലം ഒരു 35 കൊല്ലം കണക്കാക്കിക്കോ. ഈ 35 കൊല്ലവും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇരുന്നു കൊണ്ട് ഐഷ കല്യാണം, മുഹമ്മദ് നബി, അതാണ് അപ്പിക്കുപ്പായ, ആ കുപ്പായ, ഈ കുപ്പായ എന്ന് പറഞ്ഞ് അവസാനം ഈ ചത്തുമലിച്ച് അതിൻ്റെ കാറ്റ് പോകുമല്ലോ, ഈ കാറ്റ് പോയി എന്നെ കുഴിയെ കൊണ്ട് വെച്ച് പുഴുത്ത് പുഴുവരിച്ച് മണ്ണായി പോയാലും ഈ അങ്ങോട്ട് പോകുന്നുള്ളൂ. അരി ഹുസൈനെ, അള്ളാഹിൻ്റെ പരിശുദ്ധ ദീനിന് ഒരു കോട്ടവും സംഭവിക്കില്ല. അപ്പോൾ ആരാ ലോകം കണ്ട പരമവിഡ്ഢി എന്നാലോചിച്ച് ചോദിക്കാനും. പിന്നെ ഒരു വിഷയം കൂടെ പറഞ്ഞുതരാം. ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന നിൻ്റെ നായി നക്കിയ തലച്ചോറുണ്ടല്ലോ, ആ തലച്ചോറ് കൊണ്ട് ഞങ്ങൾ ആരും ചിന്തിക്കൂല. മനസ്സിലാവുണ്ടോ? ഈ സ്വപ്നം കാണണ്ട. എൻ്റെ തലച്ചോറ് കൊണ്ട് ലോക മുസ്ലിങ്ങൾ എന്താവൂല, മനസ്സിലാക്കൂല. ഖുർആനും ഹദീസും ഇസ്ലാമിൻ്റെ കർമ്മങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയത് നിരീശ്വരവാദത്തിലേക്ക് ബുദ്ധി കൊണ്ട് പണയം വെച്ച് മെൻ്റലായി പോയ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ തലച്ചോറും കൊണ്ടല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഇനി ചാവുന്നത് വരെ എന്ത് പറഞ്ഞാലും അത് പിന്നീട് നിങ്ങളുടെ തലമുറകൾക്ക് മനസ്സിലാവും എന്ത്, ആ ചങ്ങാതി പരമ വിഡ്ഢിയായിരുന്നു എന്നുള്ളത്. അത്ര സംഭവിക്കുള്ളൂ. അല്ലാണ്ട് ഈയൊക്കെ ചത്തുമരിച്ച് പോണ അതോടുകൂടി അങ്ങോട്ട് ഇസ്ലാം പോകുന്നില്ല. ഇസ്ലാം അതിൻ്റെ അതിശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ചത്തുമരച്ച് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കിയാൽ അനക്ക് നല്ലത്. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ബൈ.